എത്തൂല. എനിക്ക് അതിന്റെ മേലെ കൈ എത്തൂല. അതുകൊണ്ടാണ് ഞാൻ സഹിക്കാത്തത്. ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ സഹിക്കാത്തേന്ന്. സഹിക്കാത്തേന്നാ? സഹിക്കാത്തേന്ന്. വലിയ പാട് തന്നെ. എന്റെ പൊന്നു കൊച്ച അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നാ മതി കേട്ടാ. എനിക്ക് പൊക്കം വെക്കുന്നില്ലല്ലോ അമ്മ. പൊക്കേ വെക്കാതിരിക്കുന്നതാ നല്ലത്. പൊക്കം വെച്ചാൽ തലയ്ക്ക് ഭാരം കൂടും. അമ്മ എന്തുവാവേ? ഭാവിക്ക് പടവലത്ത് വേണം. പടവലത്ത് വേണോ? എന്തിനാ? അപ്പൂപ്പനെ അമ്മൂമ്മയും കാണണം. ആണോ? പിന്നെ പോവാം കേട്ടോ. എന്നു ഉടനെ പോവാം. ഉടനെ നാളെ പോവോ? നാളെ പോവാൻ പറ്റില്ല. പിന്നെ പിന്നെ അമ്മയ്ക്ക് അവധി ഉള്ളപ്പോ പോവാം. അതെന്നാ അവധി? ആ ചോദിക്കാൻ പോയി പിന്നെ ചോദിച്ചോണ്ടേ ഇരിക്കും. മിണ്ടായി വെച്ചേ. ആ അവിടെ ഒരാള് കണ്ണും കലങ്ങി മുഖവും വീർപ്പിച്ച് റൂമിൽ ഇരിപ്പുണ്ട്. ആര്? ആരായിരിക്കും? ലച്ചേച്ചി. അതെന്ത് കാര്യം? എനിക്കറിഞ്ഞൂടാ. ഞാൻ അതല്ലേ ചോദിക്കും. എന്ത് കാര്യം? എന്ത് നീ സിദ്ധുവായിട്ട് അങ്ങനെ വഴക്കിട്ടാ? ഞാൻ ചോദിച്ചു നോക്കി, പക്ഷെ പറഞ്ഞില്ല. ചിലപ്പോ കുഴപ്പമില്ലാത്ത അമ്മ വിളിച്ച എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആണോ? അവളിങ്ങനെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കണോ? ആ ഓക്കെ. ചേച്ചി ചേച്ചിക്ക് 2 അടിയുടെ കുറവാ. ഞാനെന്തിനാ നിന്നെ ലച്ചു ചേച്ചി അടിക്കുന്നത്? അമ്മ അടിക്കൂല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു സ്നേഹമാണ് ലച്ചു ചേച്ചിയുടെ അടുത്ത്. അമ്മാ എന്ത് ലച്ചു? ഒന്നുമില്ല. നിന്റെ മോന്താ എന്തെങ്കിലും ഇരിക്കണം. എന്റെ മുഖം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്ത് പറ്റി? കുഴപ്പമില്ലാത്ത അമ്മ വിളിച്ചു വല്ലതും പറഞ്ഞാ? അല്ലെങ്കിൽ സിദ്ധു വിളിച്ചു വല്ലതും പറഞ്ഞാ? അവരാരും ഒന്നും പറഞ്ഞില്ല. അവർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഓ അത് ശരി. ഇവിടെ ആർക്കും നിന്നോട് സ്നേഹമില്ലേ? ഞാനിവിടെ സ്നേഹിക്കാൻ ആരിയ്ക്കുന്നു? എന്റെ പൊന്നോ, ആ സിദ്ധുളിനെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെ ഇതിനെയൊക്കെ സഹിക്കണ്? നോക്കി ദയിപ്പിക്കാതെ അറിയാതെ പറഞ്ഞു ഇത്. ഇവിടെ എല്ലാവർക്കും സ്നേഹ അഭിനയം മാത്രമല്ലേ ഉള്ളൂ. ഞാനിവിടെ എത്ര ജോലിക്കാരി. ചേച്ചി എന്താ അങ്ങനെ പറയണത്? ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തൊരു പെട്ടെന്ന്? ഞാനൊരു അരപ്പിരി ലൂസല്ലേ, അവനപ്പോ പലതും പറഞ്ഞെന്നിരിക്കും. ഇത് നേരെയും പോവില്ല കുറുകയും പോവില്ലല്ലോ. നിനക്കറിയോ, കുഴിപ്പളത്ത് അമ്മയുണ്ടല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും. എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. ആണോ? എന്നാ പിന്നെ അവിടുത്തെ അമ്മയെടുത്ത് അവിടുത്തെ അച്ഛനെ ഉപേക്ഷിക്കാൻ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂര്. എന്താടാ പറയണത്? ഇവനെ കലി കയറണമ്മ, കുറെ നേരമായി. കലി കയറണം പറഞ്ഞ ഇങ്ങനെ പറയണോ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. അമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ എൻ്റെ അടുത്ത് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയും ഇല്ല. അമ്മ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അമ്മ നോക്കിക്കേ, മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോ മാറ്റം വന്നാലും എന്താ കുഴപ്പം? ഞാൻ അമ്മയുടെ കൊച്ചുകുട്ടി തന്നെയല്ലേ, മോള് തന്നെയല്ലേ, അതങ്ങ് സഹിക്കണം. ഇത് ഇവിടെ അങ്ങനെയല്ലല്ലോ. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് എടുത്ത് പാടുപെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുഴിപ്പളത്ത് പോലും പോവാതെ ഇവിടെ വന്ന് സഹായിക്കുന്നത്. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെയാ പെരുമാറുന്നത്. അമ്മ നോക്കിയിട്ട് പറമ്മ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോന്ന്. അമ്മ പറ. അമ്മ പറയാറുണ്ടല്ലോ എനിക്കെന്തോ മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റം വരാറ്? പറയാമ്മ. സംസാരം നിർത്തടി. ഇനി മാറുന്നേ. എന്താന്ന്? വാതറക്കേ. ഇനി പറ, ബാക്കി പറ. ബാക്കി പറയാൻ നീ പറഞ്ഞതിന്റെ ബാലൻസ് പറ ഇനി. ഓഹോ, അപ്പൊ വാരി കൊടുക്കാൻ വേണ്ടിയായിരുന്നല്ലേ ഈ പോര് മൊത്തം കാണിച്ചത്? പിന്നെ അല്ലാണ്ട് ഇവള് അനങ്ങി എനിക്ക് അറിഞ്ഞൂടെ അമ്മ. പക്ഷെ ഇവക്ക് എന്നെ അറിഞ്ഞൂടാ. അമ്മ അടുത്തത് അമ്മ താമ. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, എന്താ ചോദിക്കാതെ മതിയടേ.